നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ പാർട്ടിയെ നയിക്കാൻ തയ്യാറാണെന്ന സൂചനയുമായി ബേൺഹാം രംഗത്തെത്തി. സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ ആവശ്യമായ 80-ലധികം എംപിമാരുടെ പിന്തുണ ബേൺഹാമിന് ലഭിക്കുമെന്ന് സ്റ്റാർമർ വിമതർ. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നതായി വെളിപ്പെടുത്തൽ നടത്തിയത് സഖ്യകക്ഷികളുടെ കൂട്ടായ്മ. നീക്കം ലേബർ പാർട്ടി നേതൃത്വത്തിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗം. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി നേരെ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. സാക് പൊളാൻസ്കി ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ യോഗ്യനല്ല എന്ന് സ്റ്റാർമറിന്റെ വക വിമർശനം. വിമർശനത്തിന് വഴിവെച്ചത് സാക്കിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. UK-യിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തുടരുന്നത് പുരുഷാധിപത്യമെന്നും വനിതകളുടെ പങ്കാളിത്തം വലിയ രീതിയിൽ കുറവായിരിക്കുന്നുവെന്നും ക്യാമ്പയിൻ പ്രവർത്തകർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുരുഷന്മാർക്കാണ് മേൽക്കോയ്മയുണ്ടാകാൻ സാധ്യതയെന്ന് ഡെമോക്രസി പ്രചാരക സംഘടനകൾ. ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 34% മാത്രം. ഇറാനുമായി യുദ്ധം നടത്തുന്നത് ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകരുതെന്നതിനാലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരവാദികളായ ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയെ രക്ഷിച്ചത് അമേരിക്കയുടെ നടപടികളാണെന്നും ട്രംപ്. യുദ്ധസമയം നീട്ടണമെങ്കിൽ ട്രംപിനും ഭരണകൂടത്തിനും US കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നിരിക്കെ വാക്കാലുള്ള ആക്രമണങ്ങൾ തുടർന്ന് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധത്തെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും തമ്മിൽ വാക്പോര് രൂക്ഷമാകുന്നു. തർക്കത്തിനൊടുവിൽ ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ ഒരുങ്ങി US പ്രതിരോധ വകുപ്പ്. ഇറാന് പിന്നാലെ ജർമ്മനിക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി ട്രംപ്. ഇസ്രായേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകി ട്രംപ് ഭരണകൂടം. അമേരിക്കയുടെ അടിയന്തര നീക്കം ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ. അമേരിക്ക അംഗീകാരം നൽകിയിരിക്കുന്നത് ഏകദേശം $9 ബില്യൺ കരാറുകൾ. $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം ഇസ്രായേലിന് വിൽക്കാനും $2.5 ബില്യൺ വിലമതിക്കുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിനും അനുമതി ലഭിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടനെ വില വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികളുടെ നഷ്ടം ഉയർത്തി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പരിമിതപ്പെടുത്തുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുകയും ചെയ്തതാണ് എണ്ണ വില ഉയർന്നു തന്നെ നിൽക്കാനുള്ള കാരണം. ഭീകര പ്രവർത്തന ഗ്രൂപ്പുകളെ കണ്ടെത്തുകയും പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്തതിലൂടെ ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വലിയ തോതിൽ സാധിച്ചിട്ടുണ്ടെന്ന് മോദി സർക്കാർ. മുൻ സർക്കാരുകൾ പലപ്പോഴും അവഗണിച്ചിരുന്ന ഈ മേഖലയ്ക്ക് ഇപ്പോൾ ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തൽ. അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പാക് രഹസ്യ അന്വേഷണ സംഘടനയായ ISI, ചൈനയുടെ MSS കൂടാതെ മറ്റ് പാശ്ചാത്യ ഇന്റലിജൻസുകൾ എന്നിവയെക്കുറിച്ച് വലിയ പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. മുസ്ലിം ലീഗിൽ 5ാം മന്ത്രി ഉണ്ടായേക്കില്ല എന്ന ആശങ്ക. ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, ഫാറൂഖ് അബ്ദുള്ള എന്നിവരെയാണ് ലീഗ് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പരിഗണിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗ് മാർഗനിർദ്ദേശമിറക്കി. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന സ്ത്രീകളുടെ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ. കേരളത്തിൽ ഇടതുപക്ഷം തീവ്ര വലതുപക്ഷമായി മാറിയെന്ന് ബേപ്പൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. UDF വലിയ ആത്മവിശ്വാസത്തിലാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും അൻവർ. വാർത്തകൾ വിശദമായി. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നതായി അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികൾ വെളിപ്പെടുത്തി. നിലവിലെ ലേബർ പാർട്ടി നേതൃത്വത്തിൽ മാറ്റം വരുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണിതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ പാർട്ടിയെ നയിക്കാൻ താൻ തയ്യാറാണെന്ന സൂചനയാണ് ബേൺഹാം നൽകുന്നത്. ഭരണകൂടത്തിന്റെ സമൂലമായ പുനർനിർമ്മാണം, തിരഞ്ഞെടുപ്പ് രീതിയിലുള്ള മാറ്റങ്ങൾ, പ്രാദേശിക സേവനങ്ങൾക്കായുള്ള 10 വർഷത്തെ പദ്ധതി എന്നിവയുൾപ്പെടെയുള്ള ഒരു പുതിയ കർമ്മ പദ്ധതി അദ്ദേഹം വരും ആഴ്ചകളിൽ പ്രഖ്യാപിച്ചേക്കും. മെയ് 7 നടക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടിക്ക് വലിയ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ടെന്ന പ്രവചനങ്ങൾ സ്റ്റാർമറുടെ സ്ഥാനത്തിന് ഭീഷണിയാകുന്നുണ്ട്. സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ ആവശ്യമായ 80-ലധികം എംപിമാരുടെ പിന്തുണ ബേൺഹാമിന് ലഭിക്കുമെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നു. കെയർ സ്റ്റാർമർ രാജിവെക്കുകയാണെങ്കിൽ ഒരു രക്തരൂക്ഷിതമായ നേതൃമത്സരം ഒഴിവാക്കി സമാധാനപരമായ അധികാര കൈമാറ്റമാണ് ബേൺഹാം പക്ഷം ആഗ്രഹിക്കുന്നത്. സ്റ്റാർമർക്ക് വിദേശകാര്യ സെക്രട്ടറി സ്ഥാനം നൽകുന്നതിനെ കുറിച്ചും ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി കൗൺസിൽ നേതാവ് ബെക്ക് ബെഹംഹാമിന് പകരമായി മേയർ സ്ഥാനത്തേക്ക് വന്നേക്കുമെന്നും സൂചനകളുണ്ട്.
ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ യോഗ്യനല്ല എന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വിമർശിച്ചു. ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീനിൽ നടന്ന അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിനെ വിമർശിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പൊളാൻസ്കി പങ്കുവച്ചതാണ് ഈ തർക്കത്തിന് കാരണമായത്. ഗോൾഡേഴ്സ് ഗ്രീനിൽ നടന്ന കുത്തേറ്റ കേസിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർ അയാളുടെ തലയിൽ ആവർത്തിച്ച് ചവിട്ടുന്നു എന്നാരോപിക്കുന്ന ഒരു പോസ്റ്റ് പൊളാൻസ്കി റീട്വീറ്റ് ചെയ്തു. അപകടകരമായ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരെ ഇത്തരത്തിൽ വിമർശിക്കുന്നത് അപമാനകരമാണ് എന്ന് സ്റ്റാർമർ പറഞ്ഞു. പ്രതിയുടെ പക്കൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകാമെന്ന ഭയത്തിലാകാം പോലീസ് അത്തരത്തിൽ പ്രതികരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മെട്രോപൊളിറ്റൻ പോലീസ് കമ്മീഷണർ മാർക്ക് റൌളി പൊളാൻസ്കിയുടെ പോസ്റ്റിൽ തെറ്റായ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന് കത്തെഴുതി. ഇത് പോലീസുകാരുടെ ആത്മവിശ്വാസത്തെ തകർക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സംഭവം വിവാദമായതോടെ താൻ തിടുക്കത്തിൽ ആ പോസ്റ്റ് പങ്കുവച്ചതാണെന്ന് സംബന്ധിച്ച് പൊളാൻസ്കി ക്ഷമാപണം നടത്തി. ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സോഷ്യൽ മീഡിയ അനുയോജ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. വികസിത രാജ്യമെന്നും പരിഷ്കൃത സമൂഹമെന്നും മേനി നടിക്കുമ്പോഴും യുകെയിലെ തിരഞ്ഞെടുപ്പുകളിൽ പുരുഷാധിപത്യം തുടരുകയാണ്. യുകെയിൽ അടുത്ത ആഴ്ച നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വനിതകളുടെ പങ്കാളിത്തം വലിയ രീതിയിൽ കുറവായിരിക്കുമെന്ന് ക്യാമ്പയിൻ പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി. ലോക്കൽ മേയർ തുടങ്ങി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇരട്ടിയോളം കൂടുതലാണെന്ന് പുതിയ പഠനം വ്യക്തമാക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുരുഷന്മാർക്കാണ് മേൽക്കോയ്മയുണ്ടാകാൻ സാധ്യതയെന്നാണ് ഡെമോക്രസി പ്രചാരക സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മെയ് 7 നടക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലുമായി മൊത്തം സ്ഥാനാർത്ഥികളിൽ ഏകദേശം 1/3 ഭാഗം മാത്രമാണ് സ്ത്രീകൾ. ബാക്കി 2 ഭാഗവും, അതായത് 67% പുരുഷന്മാരാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ലിംഗസമത്വം കൈവരിച്ചിട്ടില്ല എന്ന് 50:50 പാർലമെന്റ് ഡെമോക്രസി ക്ലബ് എന്നിവയുടെ സംയുക്ത പഠനം വ്യക്തമാക്കുന്നു. ഇംഗ്ലണ്ടിലെ ലോക്കൽ തിരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 34% മാത്രമാണ്. മേയർ തിരഞ്ഞെടുപ്പുകളിൽ ഇത് 18%-ആയി കുറയുന്നു. വനിതകളുടെ കുറഞ്ഞ പങ്കാളിത്തം ഭാവിയിലെ ഭരണത്തിൽ പ്രതിഫലിക്കുമെന്നും ഇത് തെറ്റായ പ്രവണതയാണെന്നും പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകുന്നു. യുകെയിൽ വൈദ്യുതി ബില്ലുകൾ ഗണ്യമായി കുറയുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്ന ചെറിയ വൈദ്യുതി മുടക്കം സ്വീകരിക്കാൻ പല ഉപഭോക്താക്കളും തയ്യാറായേക്കുമെന്ന് ബ്രിട്ടീഷ് ഊർജ്ജ വിതരണ കമ്പനിയായ ഒക്ടോപ്പസ് എനർജിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഗ്രെഗ് ജാക്സൺ. പവർ ഗ്രിഡുകളിൽ നടത്തുന്ന വമ്പിച്ച നിക്ഷേപങ്ങൾ ബില്ലുകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത്തരം ചെലവുകൾ ഒഴിവാക്കി കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി നൽകുന്നതിന് ഫ്ലെക്സിബിലിറ്റി അനിവാര്യമാണെന്ന് അദ്ദേഹം വാദിക്കുന്നു. സ്പെയിനിലെ ഉപഭോക്താക്കൾ 25% കുറഞ്ഞ നിരക്കിന് പകരമായി ഇത്തരം ചെറിയ മുടക്കങ്ങൾ സഹിക്കാൻ തയ്യാറായേക്കുമെന്ന് അദ്ദേഹം ഒരു വ്യവസായ സമ്മേളനത്തിൽ പറഞ്ഞു. സ്മാർട്ട് ബാറ്ററികളും ലാപ്ടോപ്പ് പോലുള്ള ഉപകരണങ്ങളിലെ ഇൻബിൽറ്റ് ബാറ്ററികളും ഉള്ളതിനാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഹ്രസ്വമായ വൈദ്യുതി മുടക്കങ്ങൾ ജനങ്ങളെ വലിയ രീതിയിൽ ബാധിക്കില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. യുകെയിലെ ശരാശരി ഊർജ്ജ ബില്ലുകൾ പ്രതിവർഷം ഏകദേശം 2000 ബില്യൺ വരെയാകുമെന്ന് പ്രവചിക്കപ്പെടുന്നു. വൈദ്യുതി ലൈനുകളും ഗ്രിഡുകളും നവീകരിക്കുന്നതിനുള്ള ചെലവ് 2021 254 ബില്യൺ ആയിരുന്നത് ഇപ്പോൾ 457 ഉയർന്നിട്ടുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും വൈദ്യുതി മുടക്കം അംഗീകരിക്കാനാവില്ല എന്ന് നാഷണൽ എനർജി സിസ്റ്റം ഓപ്പറേറ്റർ മേധാവി പറഞ്ഞു. ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കും മറ്റും വൈദ്യുതി മുടക്കം അപകടമാകാൻ സാധ്യതയുണ്ട് എന്ന വിമർശനവും നിലനിൽക്കുന്നുണ്ട്. താൻ വൈദ്യുതി മുടക്കത്തിന് വേണ്ടി വാദിക്കുകയല്ല എന്നും മറിച്ച് അനാവശ്യമായ ഗ്രിഡ് നിക്ഷേപങ്ങൾ കുറച്ച് ബില്ലുകൾ കുറയ്ക്കാനായി ശ്രമിക്കുന്നതെന്നും ഒക്ടോപ്പസ് എനർജി വക്താവ് പിന്നീട് വ്യക്തമാക്കി. വീട്ടുവളപ്പിൽ കാട്ടുകിളികൾക്ക് പതിവായി തീറ്റ നൽകുന്ന കുടുംബങ്ങളോട് അത് നിർത്തിവെക്കാൻ റോയൽ സൊസൈറ്റി ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ് ആവശ്യപ്പെട്ടിരിക്കുന്നു. ചിലയിനം പക്ഷികളിൽ വ്യാപിച്ച ഒരു അണുബാധയുടെ വ്യാപനം പരിമിതപ്പെടുത്തുന്നതിനായിട്ടാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. മെയ് 1 മുതൽ ഒക്ടോബർ 31 വരെ പക്ഷികൾക്ക് ഭക്ഷണം നൽകാൻ ഉപയോഗിക്കുന്ന ഫീഡറുകളുടെ ഉപയോഗം നിർത്തിവെക്കണമെന്നാണ് RSPB ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുരുവിവർഗത്തിൽപ്പെടുന്ന ചാഫിഞ്ചറുകൾ, പച്ചക്കുരുവികൾ തുടങ്ങിയ ഇനത്തിൽ വ്യാപകമായി കണ്ടെത്തിയ ട്രൈക്കോമോണോസിസ് എന്ന പരാന്നജീവിയുടെ വ്യാപനം തടയുന്നതിനാണിത്. മെയ് മുതൽ ഒക്ടോബർ വരെ ഫീഡറുകൾക്ക് സമീപം പക്ഷികൾ വലിയ തോതിൽ തന്നെ കൂട്ടം കൂടുന്നത് ഈ പരാന്നജീവിയുടെ വ്യാപനം ത്വരിതപ്പെടുത്തിയേക്കാം. വീട്ടുവളപ്പിൽ സൂക്ഷിക്കുന്ന പക്ഷിത്തീറ്റയുടെ അളവ് പരിമിതപ്പെടുത്തണമെന്നും ഫീഡറിലും പരിസരങ്ങളിലും ശുചിത്വം പാലിക്കണമെന്നും RSPB നിർദ്ദേശിക്കുന്നതായി ദ മിറർ റിപ്പോർട്ട് ചെയ്തു. സാധാരണയായി വേനൽക്കാലത്തും ശരത്കാലത്തുമാണ് ഈ പരാന്നജീവിയുടെ വ്യാപനം ശക്തമാകുന്നത്. അതുകൂടാതെ വിത്തുകൾ, കീടങ്ങൾ തുടങ്ങിയ പക്ഷികൾക്കുള്ള സ്വാഭാവിക ഭക്ഷണങ്ങൾ ധാരാളമായി ലഭിക്കുമ്പോഴും ഇവയുടെ വ്യാപനം വർദ്ധിക്കും. അതുകൊണ്ട് തന്നെ മെയ് 1 മുതൽ ഒക്ടോബർ 31 വരെ പക്ഷി ഫീഡറുകളിൽ വിത്തുകൾ, പീനട്ടുകൾ എന്നിവ സൂക്ഷിക്കരുതെന്ന് നിർദ്ദേശരേഖയിൽ പറയുന്നു. അതിനു പകരമായി മീൽ വേവുകൾ, ഫാറ്റ് ബോളുകൾ തുടങ്ങിയവ ചെറിയ തോതിൽ നൽകി പക്ഷിത്തീറ്റ തുടരാവുന്നതാണ്. ഊർജ്ജദായകങ്ങളായ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ പക്ഷികളിൽ പരാന്നജീവി കുടികയറുന്നതിന് വലിയൊരു പരിധിവരെ തടയും. പിന്നീട് നവംബർ മുതൽ ഏപ്രിൽ വരെ സാധാരണ രീതിയിലുള്ള പക്ഷിത്തീറ്റകളിലേക്ക് മടങ്ങിവരാമെന്നും RSPB പറയുന്നു. ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകുന്നതിനാലാണ് ഇറാനുമായി യുദ്ധം നടത്തുന്നതെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചതായി US കോൺഗ്രസിനോട് പറഞ്ഞ ഘട്ടത്തിലാണ് ഈ പ്രസ്താവന. 60 ദിവസത്തെ യുദ്ധസമയം അവസാനിക്കാനിരിക്കെ അത് നീട്ടണമെങ്കിൽ ട്രംപിനും ഭരണകൂടത്തിനും US കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണ്. അതേസമയം വാക്കാലുള്ള ആക്രമണങ്ങൾ ട്രംപ് തുടരുകയാണ്. ഭീകരവാദികളായ ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയെ രക്ഷിച്ചത് അമേരിക്കയുടെ നടപടികളാണ്.
ബോംബറുകൾ ഉപയോഗിച്ച് ഞങ്ങൾ അവനെ തടഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ അവർക്ക് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. ഇസ്രയേൽ, പശ്ചിമേഷ്യ, യൂറോപ്പ് എന്നിവ തകർന്നു പോകുമായിരുന്നു. ഫ്ലോറിഡയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ നാമാവശേഷമാവുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. അവർക്ക് നാവികസേനയില്ല, വ്യോമസേനയില്ല, വിമാനവേധ സംവിധാനങ്ങളില്ല, റഡാറുകളില്ല. അവരുടെ നേതാക്കളെല്ലാം ഇല്ലാതായിരിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ഇറാൻ മുന്നോട്ട് വെച്ച യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏറ്റവും പുതിയ നിർദ്ദേശം ട്രംപ് നിരസിച്ചു. 3 വർഷത്തിനുള്ളിൽ ഈ പ്രശ്നം വീണ്ടും ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിനായി ഞങ്ങൾ പിന്മാറില്ല എന്ന് ട്രംപ് പറഞ്ഞു. യുഎസിന് അനുകൂലമായ കരാർ നൽകാത്തതിന് ഇറാൻ നേതൃത്വത്തെ ട്രംപ് കുറ്റപ്പെടുത്തി. അതൊരു വികലമായ നേതൃത്വമാണ്. അവരെല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ് എന്നും ട്രംപ് പറഞ്ഞു. അന്തിമമായി ഇറാന് 2 വഴികളുണ്ട് എന്ന് ട്രംപ് പറഞ്ഞു. നമുക്ക് അവരെ പൂർണ്ണമായും നശിപ്പിച്ച് എന്നത്തേക്കുമായി നാശം വരുത്തണോ, അതോ നമുക്കൊരു കരാർ ഉണ്ടാക്കാൻ ശ്രമിക്കണോ? അതൊക്കെയാണ് ഓപ്ഷനുകൾ എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ ഇസ്രയേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകി ട്രംപ് ഭരണകൂടം. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ലേസർ ഗൈഡൻസ് സംവിധാനങ്ങളും പശ്ചിമേഷ്യയിലേക്ക് വേഗത്തിൽ എത്തിക്കുന്നതിനായാണ് US അടിയന്തര സ്വഭാവത്തോടെ ഈ നീക്കം നടത്തിയത് എന്നതാണ് വിവരം. സാധാരണ നിലയിലുള്ള കോൺഗ്രസ് അവലോകനം ഒഴിവാക്കി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ കരാറുകൾക്ക് വേഗത്തിൽ അംഗീകാരം നൽകുകയായിരുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും കൃത്യതയാർന്ന ലേസർ ഗൈഡഡ് ആയുധങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. മേഖലയിലെ സുരക്ഷാ താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് അമേരിക്ക ഈ നിർണായക തീരുമാനമെടുത്തത്. ഇന്ധന പ്രതിസന്ധിയും സംഘർഷ സാധ്യതകളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ സൈനിക സഹായം എത്തിക്കുന്നത്. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട വിവരമനുസരിച്ച് ഏകദേശം $9 ബില്യൺ കരാറുകൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. BAE സിസ്റ്റംസ് നിർമ്മിച്ച $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം 2 ഓൾ-ഔട്ട് റൗണ്ടറുകൾ ഇസ്രയേലിന് വിൽക്കാൻ വകുപ്പ് അനുമതി നൽകി. $2.5 ബില്യൺ വരെ വിലമതിക്കുന്ന ഇന്റർഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിന് അനുമതി ലഭിച്ചു. നോർത്രോപ്പ് ഗ്രൂമർ കോർപ്പറേഷൻ, RTX കോർപ്പറേഷൻ, ലോക്ഹീഡ് മാർട്ടിൻ കോർപ്പറേഷൻ എന്നിവയാണ് ഈ വിൽപ്പനയിലെ പ്രധാന കരാറുകാർ. ഇറാനുമായുള്ള യുദ്ധത്തെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും തമ്മിലുള്ള വാക്തർക്കത്തിനൊടുവിൽ ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാനൊരുങ്ങി US പ്രതിരോധ വകുപ്പ്. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ നിലപാടിനെ ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് വിമർശിച്ചിരുന്നു. ഇതിനു പിന്നാലെ ജർമ്മനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ട്രംപും രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ ഡിസംബറിലെ കണക്കനുസരിച്ച് 36,000-ലധികം US സൈനികരാണ് ജർമ്മനിയിലുള്ളത്. രാജ്യത്തുടനീളമുള്ള വിവിധ താവളങ്ങളിൽ ഇവരെ വിന്യസിച്ചിരിക്കുകയാണ്. ഇവരിൽ 5000 പേരെ തിരികെ വിളിക്കാനാണ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഉത്തരവിട്ടതെന്ന് പെന്റഗൺ വക്താവ് ഷോൺ പാർണൽ പ്രസ്താവനയിൽ പറഞ്ഞു. അടുത്ത 6 മുതൽ 12 മാസം വരെയുള്ള കാലയളവിൽ സൈനികരെ പിൻവലിക്കൽ നടപടി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാനെതിരായ യുദ്ധത്തിൽ തങ്ങളെ സഹായിക്കാൻ തയ്യാറാക്കാത്ത യൂറോപ്യൻ യൂണിയനെതിരെ ഡൊണാൾഡ് ട്രംപ് നിരന്തരം രൂക്ഷ ഭാഷയിൽ വിമർശിച്ചിരുന്നു. വേണ്ടത്ര പിന്തുണ നൽകാൻ തയ്യാറാകാത്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന മുന്നറിയിപ്പും നേരത്തെ തന്നെ നൽകിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത് എന്നതാണ് വിവരം. ഇറാൻ യുദ്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ USനും കൃത്യമായ പദ്ധതികളൊന്നുമില്ല എന്ന് ഫ്രെഡറിക് മെർസ് നേരത്തെ തന്നെ വിമർശിച്ചിരുന്നു. ഇതിന് രൂക്ഷ ഭാഷയിൽ ട്രംപ് മറുപടി നൽകി. ആഭ്യന്തര പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ കൂടുതൽ പരിശ്രമിക്കാനും ട്രംപ് ജർമ്മനിയോട് ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ പുരോഗമന കലാ സാംസ്കാരിക സംഘടനയായ സമീക്ഷ UKയുടെ 8ാം ദേശീയ സമ്മേളനത്തിന് ബെഡ്ഫോർഡിലെ ഹെയ്നസ് വില്ലേജ് ഹാളിൽ ഇന്ന് തുടക്കമായി. സമ്മേളന വേദി VS അച്യുതാനന്ദൻ നഗർ എന്ന പേരിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. 25ഓളം യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം 150ഓളം സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ കേരള റവന്യൂ മന്ത്രി ശ്രീ K രാജൻ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ സ്വാമി സന്ദീപാനന്ദഗിരി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സമ്മേളനത്തിൽ ആക്ടിംഗ് സെക്രട്ടറി അവതരിപ്പിക്കുന്ന പ്രവർത്തന റിപ്പോർട്ടിന്മേലും നാഷണൽ ട്രഷറർ അവതരിപ്പിക്കുന്ന സാമ്പത്തിക റിപ്പോർട്ടിന്മേലും ഗ്രൂപ്പ് ചർച്ചയും തുടർന്ന് പൊതുചർച്ചയും നടന്നു. ഉച്ചയ്ക്ക് ശേഷം ചർച്ചകൾക്കുള്ള മറുപടിയും തുടർന്ന് നാഷണൽ കമ്മിറ്റിയിലേക്കുള്ള പാനൽ അവതരണവും നടന്നു. വൈകിട്ട് 4:30 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഫാദർ ഡോക്ടർ മാത്യു വാഴക്കുന്നം ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കേരള കാർഷിക മന്ത്രി പ്രസാദ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. UKയിലെ വിവിധ സംഘടനകളുടെ പ്രതിനിധികളും സമ്മേളനത്തിൽ പങ്കെടുത്തു. തുടർന്ന് ചെണ്ടമേളം ഉൾപ്പെടെയുള്ള കലാപരിപാടികളോടെ സമ്മേളനം രാത്രി 7 മണിക്ക് അവസാനിച്ചു. UKയിലെ മലയാളി സമൂഹത്തിനിടയിൽ പുരോഗമന, ജനാധിപത്യ, മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന സമീക്ഷ UKയുടെ ഈ ദേശീയ സമ്മേളനം സംഘടനയുടെ ഭാവി പ്രവർത്തന ദിശ നിർണ്ണയിക്കുന്നതിലും പ്രവാസി സമൂഹവുമായി കൂടുതൽ സജീവമായ ഇടപെടലുകൾക്ക് വഴിതെളിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചുവെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.78 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 94.91 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 111.34 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.36 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.86 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്.
നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടനെ വില വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികളുടെ നഷ്ടം ഉയർത്തുന്നുവെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. ഈ ആഴ്ച അന്താരാഷ്ട്ര അസംസ്കൃത എണ്ണവില 4 വർഷത്തെ ഉയർന്ന നിരക്കായ ബാരലിന് $126 ഇതിനുശേഷം ചെറിയ തോതിൽ കുറഞ്ഞുവെങ്കിലും $110 മുകളിലാണ് ഇപ്പോഴും വില. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പരിമിതപ്പെടുത്തുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുകയും ചെയ്തതാണ് എണ്ണ വില ഉയർന്നു തന്നെ നിൽക്കാനുള്ള കാരണം. പെട്രോൾ ഡീസൽ വില വർധനവിനൊപ്പം ഗാർഹിക LPG വിലയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വാണിജ്യ LPGയുടെ വില കുത്തനെ ഉയർത്തിയിരുന്നു. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. വാണിജ്യ LPG കൂടാതെ വ്യാവസായിക ഡീസൽ, 5 കിലോഗ്രാം LPG, അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് വിൽക്കുന്ന ജെറ്റ് ഇന്ധനം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 5 രൂപ വർദ്ധിക്കാനും ഗാർഹിക LPGക്ക് 50 രൂപ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4 വർഷത്തോളമായി രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയിൽ കാര്യമായ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 2022 ഏപ്രിൽ ആദ്യം മുതൽ ചില്ലറ പെട്രോൾ ഡീസൽ വിലകൾ നിശ്ചലമായി തുടരുകയാണ്. ഈ കാലയളവിൽ ചില മാസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയും മറ്റു ചില മാസങ്ങളിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞപ്പോൾ എണ്ണ കമ്പനികൾ നല്ല ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട്. വില വർദ്ധിക്കുമ്പോൾ നഷ്ടം നികത്താൻ ഈ ലാഭം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഭീകരപ്രവർത്തന ഗ്രൂപ്പുകളെ കണ്ടെത്തുകയും അതിർത്തിക്ക് കുറുകെ പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്തതിലൂടെ ഭീകരപ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വലിയ തോതിൽ സാധിച്ചിട്ടുണ്ടെന്നാണ് മോദി സർക്കാരിന്റെ വാദം. ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ചുമതലയേറ്റതിനു ശേഷം പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് കൗണ്ടർ ഇന്റലിജൻസ് ആണ്. മുൻ സർക്കാരുകൾ പലപ്പോഴും അവഗണിച്ചിരുന്ന ഈ മേഖലയ്ക്ക് ഇപ്പോൾ ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. വിദേശ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഇന്ത്യയിലെ അവരുടെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും വിലയിരുത്തലും നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. നേരത്തെ പാക് രഹസ്യാന്വേഷണ സംഘടനയായ ISI, ചൈനയുടെ MSS എന്നിവ പോലുള്ള സംഘടനകളെ കൂടാതെ മറ്റ് പാശ്ചാത്യ ഇന്റലിജൻസുകൾ ഇന്ത്യയിൽ അവരുടെ രാഷ്ട്രീയ സൈനിക സ്വാധീനം എന്നിവയിൽ വലിയ പരിശോധനകൾ ഉണ്ടായിരുന്നില്ല എന്നും സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. ഡൽഹിയിലെ സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് 1 മാസത്തെ ഫീസിൽ കൂടുതൽ ഒന്നിച്ചടയ്ക്കാൻ ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് ഡയറക്ടറേറ്റ് ഓഫ് എഡ്യൂക്കേഷൻ വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഉത്തരവിൽ അറിയിച്ചു. ചില സ്വകാര്യ അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ രക്ഷിതാക്കളോട് ദ്വൈമാസിക, ത്രൈമാസിക അല്ലെങ്കിൽ മുൻകൂറായി ഫീസ് അടയ്ക്കാൻ നിർബന്ധിതരാക്കുന്നതിനെ കുറിച്ച് രക്ഷിതാക്കളിൽ നിന്നുള്ള ആവർത്തിച്ചുള്ള പരാതികൾ ഉത്തരവിൽ DO ഉദ്ധരിച്ചു. ഇത്തരം നടപടികൾ രക്ഷിതാക്കൾക്ക്, പ്രത്യേകിച്ച് താണ ഇടത്തരം വരുമാന വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് അമിതമായ സാമ്പത്തിക ഭാരം ചുമത്തുന്നു. കൂടാതെ വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തിന് വിരുദ്ധവുമാണ് എന്ന് ഉത്തരവിൽ പറയുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കും DOEയുടെ നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമാണിതെന്നും ഉത്തരവിലുണ്ട്. ഒന്നിലധികം മാസത്തേക്കുള്ള ഫീസ് ഒരുമിച്ചടച്ചാൽ രക്ഷിതാക്കൾക്ക് ഓപ്ഷൻ നൽകണമെന്നും എന്നാൽ നിർബന്ധിക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. പ്രവേശനത്തിനോ പഠനം തുടരാനോ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന മറ്റു ആനുകൂല്യങ്ങൾക്കോ ഫീസ് 1 മാസത്തിൽ കൂടുതൽ ഒരുമിച്ചടയ്ക്കാൻ നിർബന്ധിക്കരുതെന്നും ഉത്തരവ് പറയുന്നു. ഡൽഹി സ്കൂൾ വിദ്യാഭ്യാസ നിയമം 1973, ഡൽഹി സ്കൂൾ വിദ്യാഭ്യാസ നിയമങ്ങൾ 1973 എന്നിവ പ്രകാരം നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ 5ാം മന്ത്രി ഉണ്ടായേക്കില്ല എന്ന് ആശങ്ക. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5ാം മന്ത്രി സ്ഥാനം അനുവദിച്ചിരുന്നു. എന്നാൽ സാമുദായിക അസന്തുലിതാവസ്ഥ വീണ്ടും ചർച്ചയാകുന്ന സാഹചര്യത്തിൽ ലീഗിന് 5ാം മന്ത്രി ഉണ്ടാകുമോ എന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉയരുന്നത്. ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, ഫാറക്കൽ അബ്ദുള്ള എന്നിവരെയാണ് ലീഗ് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പരിഗണിച്ചിരിക്കുന്നത്. AKM അഷ്റഫിനെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കും പരിഗണിക്കപ്പെടും. അതേസമയം അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗ് മാർഗനിർദ്ദേശം ഇറക്കിയിരുന്നു. മന്ത്രിമാർ ഏകപക്ഷീയമായി സ്റ്റാഫിനെ തീരുമാനിക്കരുതെന്നും മണ്ഡലം കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും അഭിപ്രായം തേടണം, ഉപജാപക സംഘടനകളുടെ പിടിയിലാകാതെ ജാഗ്രത പാലിക്കണമെന്നുമാണ് നിർദ്ദേശം. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയെ ചൊല്ലിയുള്ള വിവാദം UDF-നെ കുറിച്ച് പുതിയ തലമുറയിൽ ഉൾപ്പെടെ അവമതിപ്പുണ്ടാക്കിയെന്നും ലീഗിൽ വിലയിരുത്തലുണ്ട്. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. സ്ത്രീകളുടെ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മഹാഭൂരിപക്ഷം മന്ത്രിമാരും പരാജയപ്പെടും. ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളാണ് കേരളത്തെ തകർത്തത്. ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രിമാർ ഉറപ്പായും പരാജയപ്പെടും. മുഖ്യമന്ത്രിയുടെ ഭൂരിപക്ഷം കുത്തനെ ഇടിയും. എക്സിറ്റ് പോളിൽ ജനവികാരമാണ് പ്രതിഫലിക്കുന്നത്. UDF വിജയിക്കുമെന്ന് ഉറപ്പാണെന്നും മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട്. 80 മുതൽ 100 സീറ്റുകൾ വരെ ലഭിക്കാനാണ് സാധ്യത. 80 സീറ്റുകളിൽ ഉറപ്പായും വിജയിക്കും. 20 സീറ്റുകളിൽ കടുത്ത മത്സരം നടന്നിട്ടുണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഇടതുപക്ഷം തീവ്ര വലതുപക്ഷമായി മാറിയെന്ന് ബേപ്പൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. UDF വലിയ ആത്മവിശ്വാസത്തിലാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും PV അൻവർ പറഞ്ഞു.
കഴിഞ്ഞ 1.25 വർഷമായി താൻ പറഞ്ഞ പിണറായിസം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായെന്നും ഇടതുപക്ഷത്തോടൊപ്പം നിന്ന 8.5 വർഷത്തോളം ആ സംവിധാനത്തോട് പരമാവധി കൂറ് പുലർത്തിയെന്നും പി വി അൻവർ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഫാസിസമാവുകയും പട്ടിണി പോലും മാറി വർഗീയത രാഷ്ട്രീയ ചർച്ചയാവുകയും ചെയ്ത സമയത്ത് ഇടതുപക്ഷം ശക്തമായ നിലപാടെടുത്തത് കണ്ടാണ് അവർക്കൊപ്പം ഞാൻ നിന്നത്. തൊഴിലാളികൾക്ക് വേണ്ടിയും സാധാരണക്കാർക്കായും വാദിക്കുന്ന പാർട്ടിയും പ്രസ്ഥാനവുമായിരുന്നു ഇടതുപക്ഷവും CPIM-ഉം അന്ന്. പക്ഷേ രണ്ടാമത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കാര്യങ്ങൾ മാറി. മതേതരത്വത്തിലും സോഷ്യലിസത്തിലും അടിയുറച്ച് മുന്നോട്ട് പോകുമെന്നാണ് കരുതി ജനങ്ങൾ അവരെ വീണ്ടും ജയിപ്പിച്ചത്. പക്ഷേ പിണറായി നേരെ തിരിയുന്നതാണ് നാം കണ്ടത്. ഇടതുപക്ഷത്തിൽ നിന്ന് തീവ്ര വലതുപക്ഷത്തിലേക്കാണ് പിണറായി തിരിഞ്ഞത്. അതാണ് ഞാൻ ചോദ്യം ചെയ്തത്. മതേതരത്വത്തെ ബലി കഴിപ്പിച്ച് എല്ലാ മേഖലകളിലും ഫാസിസ്റ്റുകൾ കടന്നുവരാൻ കഴിയുന്ന സ്ഥിതിയാക്കി. കേന്ദ്ര സർക്കാരുമായി അണ്ടർഗ്രൗണ്ട് ബന്ധം പിണറായി ഉണ്ടാക്കിയെന്നും പി വി അൻവർ പറഞ്ഞു. 2026 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തങ്ങളുടെ നിലനിൽപ്പിനായി പോരാടാൻ തയ്യാറെടുക്കുകയാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. ഇന്ന് ചെപ്പോ കോർട്ടിൽ വൈകിട്ട് 7:30-നാണ് മത്സരം അരങ്ങേറുന്നത്. മത്സരത്തിൽ ജയിക്കാനായാൽ ഇരു ടീമുകൾക്കും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തി മുന്നോട്ട് പോകാൻ കഴിയും. മത്സരത്തിന് മുന്നോടിയായി നെറ്റ്സിലുള്ള രസകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഇതിഹാസ താരങ്ങളും യുവതാരങ്ങളും ഏറെയുള്ള രണ്ട് ടീമുകളാണ് മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും. നെറ്റ്സിൽ മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യയും ചെന്നൈ ഇതിഹാസം മഹേന്ദ്ര സിംഗ് ധോണിയും തമ്മിലുള്ള കണ്ടുമുട്ടലുകളാണ് ആരാധകർക്ക് വിരുന്നായത്. ദീർഘനേരം ബാറ്റിംഗ് പരിശീലനം നടത്തിയ ഹാർദിക് ധോണിയുടെ പരിശീലനം കാണാൻ കാത്തിരുന്ന് ഒടുവിൽ ഷോട്ടുകൾ കണ്ട് മടങ്ങുന്നതും ഷോട്ടുകളിൽ നിർദ്ദേശം ചോദിക്കുന്നതും കാണാം. അതേസമയം ധോണി ഇന്നും കളിക്കുമോ എന്ന കാര്യം ഉറപ്പില്ല. പരിക്ക് ഭേദമായെങ്കിലും നിലവിലെ ടീം പൊളിക്കേണ്ട എന്ന തീരുമാനമാണ് ധോണി സ്വയം എടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഇമ്പാക്ട് പ്ലെയറായി താരം ഇറങ്ങുമോ എന്നാണ് കണ്ടറിയേണ്ടത്. നിലവിൽ 8 കളികളിൽ നിന്ന് 6 പോയിന്റാണ് ചെന്നൈ സൂപ്പർ കിങ്സിനുള്ളത്. 3 ജയവും 5 തോൽവിയുമാണ് ടീമിന്റെ സമ്പാദ്യം. പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തും. എന്നാൽ മുംബൈ ആകട്ടെ 8 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 6 തോൽവിയും അടക്കം 4 പോയിന്റോടെ പട്ടികയിൽ 9-ാം സ്ഥാനത്തും. അതുകൊണ്ട് തന്നെ ഇരു ടീമുകൾക്കും മത്സരമേറെ നിർണായകമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിൽ ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ നേരിടുന്ന രാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ പാർട്ടിയെ നയിക്കാൻ തയ്യാറാണെന്ന സൂചനയുമായി ബേൺഹാം രംഗത്തെത്തി. സ്റ്റാർമറെ വെല്ലുവിളിക്കാൻ ആവശ്യമായ 80-ലധികം എംപിമാരുടെ പിന്തുണ ബേൺഹാമിന് ലഭിക്കുമെന്ന് സ്റ്റാർമർ വിമതർ. ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബേൺഹാം ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മടങ്ങാൻ പദ്ധതിയിടുന്നതായി വെളിപ്പെടുത്തൽ നടത്തിയത് സഖ്യകക്ഷികളുടെ കൂട്ടായ്മ. നീക്കം ലേബർ പാർട്ടി നേതൃത്വത്തിൽ മാറ്റം വരുത്തുന്നതിന്റെ ഭാഗം. ഗ്രീൻ പാർട്ടി നേതാവ് സാക് പൊളാൻസ്കി നേരെ വിമർശനവുമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. സാക് പൊളാൻസ്കി ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കാൻ യോഗ്യനല്ല എന്ന് സ്റ്റാർമറിന്റെ വക വിമർശനം. വിമർശനത്തിന് വഴിവെച്ചത് സാക്കിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ്. UK-യിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തുടരുന്നത് പുരുഷാധിപത്യമെന്നും വനിതകളുടെ പങ്കാളിത്തം വലിയ രീതിയിൽ കുറവായിരിക്കുന്നുവെന്നും ക്യാമ്പയിൻ പ്രവർത്തകർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പുരുഷന്മാർക്കാണ് മേൽക്കോയ്മയുണ്ടാകാൻ സാധ്യതയെന്ന് ഡെമോക്രസി പ്രചാരക സംഘടനകൾ. ഇംഗ്ലണ്ടിലെ തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം 34% മാത്രം. ഇറാനുമായി യുദ്ധം നടത്തുന്നത് ഭ്രാന്തന്മാരുടെ കൈവശം ആണവായുധങ്ങൾ ഉണ്ടാകരുതെന്നതിനാലാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഭീകരവാദികളായ ഇറാനിൽ നിന്ന് പശ്ചിമേഷ്യയെ രക്ഷിച്ചത് അമേരിക്കയുടെ നടപടികളാണെന്നും ട്രംപ്. യുദ്ധസമയം ഞെട്ടണമെങ്കിൽ ട്രംപിനും ഭരണകൂടത്തിനും US കോൺഗ്രസിന്റെ അനുമതി ആവശ്യമാണെന്നിരിക്കെ വാക്കാലുള്ള ആക്രമണങ്ങൾ തുടർന്ന് ട്രംപ്. ഇറാനുമായുള്ള യുദ്ധത്തെ ചൊല്ലി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസും തമ്മിൽ വാക്പോര് രൂക്ഷമാകുന്നു. തർക്കത്തിനൊടുവിൽ ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ ഒരുങ്ങി US പ്രതിരോധ വകുപ്പ്. ഇറാന് പിന്നാലെ ജർമ്മനിക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി ട്രംപ്. ഇസ്രായേൽ, കുവൈറ്റ്, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളുമായി ആയുധ വിൽപ്പന കരാറിന് അംഗീകാരം നൽകി ട്രംപ് ഭരണകൂടം. അമേരിക്കയുടെ അടിയന്തര നീക്കം ഇറാൻ യുദ്ധത്തിലെ വെടിനിർത്തൽ കൂടുതൽ ദുർബലമാകുന്ന സാഹചര്യത്തിൽ. അമേരിക്ക അംഗീകാരം നൽകിയിരിക്കുന്നത് ഏകദേശം $9 ബില്യൺ കരാറുകൾ. $992.4 ദശലക്ഷം മൂല്യമുള്ള 10,000 അഡ്വാൻസ്ഡ് പ്രിസിഷൻ കിൽ വെപ്പൺ സിസ്റ്റം ഇസ്രായേലിന് വിൽക്കാനും 2.5 ബില്യൺ വിലമതിക്കുന്ന ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ കമാൻഡ് സിസ്റ്റങ്ങളും അനുബന്ധ ഉപകരണങ്ങളും വാങ്ങാൻ കുവൈറ്റിനും അനുമതി ലഭിച്ചു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടനെ വില വർദ്ധിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് കേന്ദ്ര സർക്കാർ. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്നത് എണ്ണ കമ്പനികളുടെ നഷ്ടം ഉയർത്തി. ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം പരിമിതപ്പെടുത്തുകയും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ തടസ്സപ്പെടുകയും ചെയ്തതാണ് എണ്ണവില ഉയർന്നു തന്നെ നിൽക്കാനുള്ള കാരണം. ഭീകര പ്രവർത്തന ഗ്രൂപ്പുകളെ കണ്ടെത്തുകയും പാകിസ്ഥാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുകയും ചെയ്തതിലൂടെ ഭീകര പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ വലിയ തോതിൽ സാധിച്ചിട്ടുണ്ടെന്ന് മോദി സർക്കാർ. മുൻ സർക്കാരുകൾ പലപ്പോഴും അവഗണിച്ചിരുന്ന ഈ മേഖലയ്ക്ക് ഇപ്പോൾ ദേശീയ സുരക്ഷാ സ്ഥാപനങ്ങളിൽ വലിയ പ്രാധാന്യം ലഭിച്ചിട്ടുണ്ടെന്ന് വിലയിരുത്തൽ.
അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം പാക് രഹസ്യ അന്വേഷണ സംഘടനയായ ISI, ചൈനയുടെ MSS കൂടാതെ മറ്റ് പാശ്ചാത്യ ഇന്റലിജൻസുകൾ എന്നിവയെക്കുറിച്ച് വലിയ പരിശോധനകൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. മുസ്ലിം ലീഗിൽ 5ാം മന്ത്രി ഉണ്ടായേക്കില്ല എന്ന ആശങ്ക. ലീഗ് നേതാക്കളായ PK കുഞ്ഞാലിക്കുട്ടി, KM ഷാജി, ആബിദ് ഹുസൈൻ തങ്ങൾ, N ഷംസുദ്ദീൻ, ഫാറൂഖ് അബ്ദുള്ള എന്നിവരെയാണ് ലീഗ് മന്ത്രിസ്ഥാനങ്ങളിലേക്ക് നിലവിൽ പരിഗണിക്കുന്നത്. അധികാരത്തിൽ വന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗ് മാർഗനിർദ്ദേശമിറക്കി. സംസ്ഥാനത്ത് ഭരണമാറ്റം വേണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളതെന്ന സ്ത്രീകളുടെ വികാരം തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും മുരളീധരൻ. കേരളത്തിൽ ഇടതുപക്ഷം തീവ്ര വലതുപക്ഷമായി മാറിയെന്ന് ബേപ്പൂരിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ. UDF വലിയ ആത്മവിശ്വാസത്തിലാണെന്നും വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരുമെന്നും അൻവർ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.